ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് നരമ്പുകളിൽ എന്ന് മലയാളിയെ പാടി പഠിപ്പിച്ച ശ്രീ വള്ളത്തോൾ നാരായണ മേനോനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മലയാള കവിതയുടെ ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തിൻ്റെ നായകനായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. 1878 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിൽ മംഗലം ദേശത്ത് കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറു അമ്മയുടെയും കടുങ്ങാട് മല്ലിശ്ശേരി ദാമോദരൻ ഇളയതിൻ്റെയും പുത്രനായാണ് നാരായണൻ എന്ന കുട്ടി ജനിച്ചത്. സാമ്പത്തികമായി ഉയർന്ന തറവാടായിരുന്നു വള്ളത്തോളിൻ്റേത്. അമ്മയ്ക്ക് അന്നത്തെ രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ലെങ്കിലും അച്ഛന് കാര്യമായ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ പുരാണ ഇതിഹാസങ്ങളിലും മറ്റും നല്ല അറിവുണ്ടായിരുന്നു. രസകരമായ കഥകളിയിലൂടെ എല്ലാവരെയും പിടിച്ചിരുത്താനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വള്ളത്തോളിൻ്റെ സാഹിത്യവര്യയ്ക്ക് അടിത്തറ പാകിയത് അച്ഛൻ്റെ ഈ കഴിവായിരിക്കാം. അതുപോലെ അച്ഛനിൽ നിന്ന് കിട്ടിയ മറ്റൊരു പൈതൃകം കഥകളിയോടുള്ള താല്പര്യമായിരുന്നു. കുട്ടൻ എന്നായിരുന്നു വള്ളത്തോളിൻ്റെ ചെറുപ്പത്തിലെ വിളിപ്പേര്. സംസ്കൃതത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ അഭ്യസിച്ച ശേഷം പിന്നീട് അമ്മാവനും പ്രസിദ്ധ പണ്ഡിതനും വൈദ്യനുമായിരുന്ന വള്ളത്തോൾ രാവുണ്ണി മേനോൻ്റെ കീഴിൽ സംസ്കൃത കാവ്യങ്ങളും വൈദ്യവും അഭ്യസിക്കാൻ തുടങ്ങി. അനന്തരവൻ ഒരു വൈദ്യനായി തീരണം എന്നായിരുന്നു അമ്മാവൻ്റെ ആഗ്രഹമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാവന വേറൊരു വഴിക്കായിരുന്നു സഞ്ചരിച്ചത്. വള്ളത്തോൾ ആദ്യം എഴുതി തുടങ്ങിയത് ശ്ലോകങ്ങളായിരുന്നു. 10 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ വ്യാസാവതാരം, കിരാതശതകം തുടങ്ങിയ മണിപ്രവാള കൃതികൾ നാരായണൻ രചിച്ചു. അമ്മാവൻ്റെ ശിഷ്യത്വത്തിലുള്ള കാവ്യാഭ്യാസത്തിന് ശേഷം 1 വർഷത്തോളം കൈക്കുളങ്ങര രാമവാര്യർ, പാറക്കുളം സുബ്രഹ്മണ്യ ശാസ്ത്രികൾ എന്നിവരുടെ കീഴിൽ സംസ്കൃത അഭ്യാസവും നടത്തി. 1894 കോഴിക്കോട് ഭാഷാപോഷിണി സഭ സംഘടിപ്പിച്ച കവിതാ മത്സരത്തിൽ 16-കാരനായ വള്ളത്തോളിനായിരുന്നു 1ാം സമ്മാനം. കവിതയുടെ പടവുകൾ മെല്ലെ മെല്ലെ നാരായണൻ എന്ന കുട്ടി ചവിട്ടിക്കയറുകയായിരുന്നു. നാരായണന് 18 വയസ്സുള്ളപ്പോൾ നടന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തെ സ്വാധീനിക്കുകയുണ്ടായി. കോഴിക്കോട് വിക്രമൻ തമ്പുരാൻ നടത്തിയിരുന്ന ഒരു വാർഷിക കവി സമ്മേളനത്തിൽ വെച്ചാണ് സംഭവമുണ്ടായത്. പണ്ഡിത സദസ്സിൽ വെച്ച് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഒരു സംസ്കൃത നാടകം വായിക്കാനിടയുണ്ടായി. ഒരു ഭാഗം വായിച്ചപ്പോൾ അത് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ വള്ളത്തോൾ ആവശ്യപ്പെട്ടു. അത് കേട്ടപ്പോൾ ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ കളിയാക്കി പറഞ്ഞു, കവിതയുണ്ടാക്കിയാൽ പോരാ, വിൽപ്പത്തി കൂടെ വേണം. വെറുമൊരു ഫലിതമായാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും നാരായണൻ ആ വിമർശനം ഗൗരവമായി എടുത്തു. അന്നു മുതൽ സംസ്കൃത കാവ്യങ്ങൾ, പുരാണങ്ങൾ, ചമ്പുക്കൾ തുടങ്ങി അനേകം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാൻ തുടങ്ങി. കാവ്യരചനയ്ക്ക് നല്ലൊരു അടിത്തറ പാകാൻ ഇത് സഹായകമായി. ഇതിനിടയിൽ അമ്മയുടെയും അച്ഛൻ്റെയും അമ്മാവൻ്റെയും മരണങ്ങൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തി. അതേ തുടർന്ന് കുറച്ചു കാലം ചികിത്സാ കാര്യങ്ങളുമായി വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരുന്നു. ചില കിളിപ്പാട്ടുകൾ, കൈകൊട്ടിപ്പാട്ടുകൾ, സ്തോത്രങ്ങൾ എന്നിവയാണ് ഇക്കാലത്ത് രചിച്ചത്. 1905 ആയപ്പോഴേക്കും അദ്ദേഹം കുടുംബവും വന്നേരിയിലേക്ക് താമസം മാറ്റി. ഇവിടെ വച്ചാണ് അദ്ദേഹം വാത്മീകി രാമായണത്തിൻ്റെ പരിഭാഷ ആരംഭിച്ചത്. പിന്നീട് 5 വർഷത്തോളം അദ്ദേഹം തൃശ്ശൂരിൽ കേരള കൽപ്പദ്രുമം പ്രസിൻ്റെ മാനേജരായി ജോലി നോക്കുകയായിരുന്നു. 1909 അദ്ദേഹത്തിന് ബധിരത ബാധിച്ചു. ചികിത്സകൾ ധാരാളം ചെയ്തിട്ടും ബധിരത മാറിയില്ല. ആ വേദനയിൽ നിന്ന് പിറവിയെടുത്ത കൃതിയാണ് ബധിരവിലാപം എന്ന ഖണ്ഡകാവ്യം. കാവ്യരചനാ പ്രവർത്തനങ്ങൾ പൂർവാധികം ഊർജ്ജസ്വലതയോടുകൂടി തുടർന്നു. 1910 മുതൽ 1913 വരെ 3 വർഷത്തിനിടയ്ക്കാണ് ചിത്രയോഗമെന്ന മഹാകാവ്യം എഴുതി തീർത്തത്. അതോടെയാണ് കവി മഹാകവിയാകുന്നത്. ഗണപതി ബന്ധനസ്ഥനായ അനിരുദ്ധൻ, ശിഷ്യനും മകനും, മഗ്ദല മറിയം,
കൊച്ചു സീത, അച്ഛനും മകളും എന്നിവയും രചിച്ചു. ഇവയിൽ മിക്കതിൻ്റെയും ഇതിവൃത്തങ്ങളും പുരാണ ഇതിഹാസങ്ങളിൽ നിന്നാണെങ്കിലും വള്ളത്തോളിൻ്റെ സവിശേഷമായ കാവ്യശൈലിക്ക് അവയ്ക്ക് പുതുജീവൻ നൽകിയിരുന്നു. ഭാരതീയ പൈതൃകത്തിൽ അഭിമാനിച്ചിരുന്ന വള്ളത്തോളിനെ ഗാന്ധിജിയുടെ ആശയങ്ങൾ ആഴത്തിൽ സ്വാധീനിച്ചു. ഗാന്ധിജിയെ തൻ്റെ ഗുരുനാഥനായി വാഴ്ത്തിക്കൊണ്ട് വള്ളത്തോൾ രചിച്ച ഒരു കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. 1955 പത്മഭൂഷൺ ബഹുമതി നൽകി 1957 അവസാനത്തോടെ അദ്ദേഹം രോഗബാധിതനായി. 1958 മാർച്ച് 13 വള്ളത്തോൾ നാരായണമേനോൻ അന്തരിച്ചു. കിട്ടിയിലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിദാനീം, ദിവ്യായുധം വല്ലതുമുണ്ടു ബാക്കി എന്നാൽ അതും നൽകി അനുഗ്രഹിക്കാം. ശിഷ്യനും മകനും എന്ന കൃതിയിൽ നിന്നുള്ള വരികളാണിത്. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരണിയെ, വന്ദിപ്പിൻ വരതയെ. മാതൃവന്ദനം എന്ന കൃതിയിൽ നിന്നുള്ളതാണ് ഈ വരികൾ. ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾ കാണുന്നതിലേക്ക് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.